മിമ്മുവും മഞ്ഞിപ്പൂവും. മഞ്ഞുതുമ്പികളാൽ തഴുകപ്പെട്ട പുഴക്കരയിൽ ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. വലിയ വൃക്ഷങ്ങൾക്കും പാടങ്ങൾക്കുമിടയിൽ ഒരു ചെറിയ വീട്. അവിടെയാണ് മിമ്മു ജീവിച്ചിരുന്നത്. ദയുള്ളതും സന്തോഷത്തോടെയും നിറഞ്ഞ ഒരു പെൺകുട്ടിയാണ് മിമ്മു. പക്ഷേ അവൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൾ ആരോടും സംസാരിക്കാറില്ല. മിമ്മുവിന്റെ ലോകം പൂക്കളായിരുന്നു. മഞ്ഞിപ്പൂവുകളാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവ. എല്ലാ ദിവസവും മിമ്മു പാടത്തിലെ മഞ്ഞിപ്പൂവുകൾ എടുത്ത് ഒരു ചെറിയ പുസ്തകത്തിൽ ഒട്ടിക്കുകയും വരച്ച് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. മറ്റു കുട്ടികൾ മിമ്മുവിനെ നോക്കി എപ്പോഴും പരിഹസിക്കാറുണ്ടായിരുന്നു. അവളെ മിണ്ടാൻ സാധിക്കാത്തവൾ എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കാൻ തുടങ്ങി. പക്ഷെ മിമ്മു അതിനൊന്നും പ്രാധാന്യം കൊടുത്തില്ല. അവൾക്കറിയാം, ഓരോ പൂവും ഒരേപോലെ ആയിരിക്കില്ല. ചിലത് വക്രമായി വളരും, ചിലത് വലിയതും ചെറുതുമായിരിക്കും. പക്ഷേ അതിനുള്ളിലെ നിറം ഒരേപോലെ മനോഹരമാണ്. ഒരു രാവിലെ മിമ്മുവിന്റെ മരത്തിൽ നിന്ന് ഒരു ചെറുകിളി പറന്നു വന്നു. അത് മിമ്മുവിനോട് കൂട്ടുകൂടി. അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി മാറി. കിളി ചോദിച്ചു, നിനക്ക് പാടാനോ പറയാനോ ഇഷ്ടമല്ലേ? മിമ്മു മിഷിഞ്ഞു ചിരിച്ചു. അതിനുശേഷം പറഞ്ഞു, എനിക്കതിന് സാധിക്കില്ല. കിളി പറഞ്ഞു, ഈ മഞ്ഞിപ്പൂവിനും ഒരു കഥയുണ്ട്. അതൊരു ദിവസം കാട്ടുതീയിൽ ചൂട് പിടിച്ച ഭൂമിയിൽ നിന്നാണ് മുളച്ചത്. അതിനാൽ അത് നേരെയല്ല വളർന്നത്. പക്ഷേ അത് അതീവ സുന്ദരിയാണ്. മിമ്മു അത് കേട്ടപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലായി. മിമ്മുവിന്റെ ഉള്ളിൽ നിറയെ ഭയമായിരുന്നു. അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാനോ പാട്ടുകൾ പാടാനോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അവൾ അതിനെയൊക്കെ ഭയത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ പരിഹസിച്ചിരുന്നു. അങ്ങനെ ഒരാഴ്ച സ്കൂളിൽ പ്രകൃതി ദിനം ആഘോഷിച്ചു. കുട്ടികൾ കവിതകൾ, നൃത്തങ്ങൾ, കാഴ്ചവസ്തുക്കൾ എല്ലാം ഒരുക്കി. ക്ലാസ് ടീച്ചർ മിമ്മുവിനോട് ചോദിച്ചു, മിമ്മുവേ, നിനക്ക് എന്തെങ്കിലും അവതരിപ്പിക്കാമോ? മിമ്മു ഭയന്നു. പക്ഷേ അവളുടെ കയ്യിൽ അതിൻ്റെ പ്രത്യേക പുസ്തകവും കുറിപ്പുമുണ്ടായിരുന്നു. അവൾ പടിയിറങ്ങി വന്നു. ഭയത്തോടെ എന്നാൽ ഉറച്ച മനസ്സോടെ വായിച്ചു തുടങ്ങി. അങ്ങനെ മിമ്മുവിന്റെ പേടി അവിടെ ഇല്ലാതാകാൻ തുടങ്ങി. അവൾ വായിച്ചു, മഞ്ഞിപ്പൂവുകൾ വക്രമായി വളരുന്നുണ്ടാകാം, പക്ഷേ അവയുടെ നിറം ഏതൊരാൾക്കും സന്തോഷം നൽകുന്നു. ഞാൻ ഇപ്പോഴും മിണ്ടാതെ ഇരിക്കാറുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ പാട്ടുണ്ട്, പറയാനുള്ളതുണ്ട്. ഇന്നാണ് ഞാൻ എൻ്റെ സ്വരം കണ്ടെത്തുന്നത്. ഞാൻ ഇന്ന് എന്നെക്കുറിച്ച് അഭിമാനിക്കുന്നു. കുട്ടികളെല്ലാവരും മിമ്മുവിന്റെ പ്രകടനം ആശ്ചര്യത്തോടെ നോക്കി നിന്നു. അവർ എല്ലാവരും അത്ഭുതപ്പെട്ടു. മിമ്മുവേ, നീ നല്ല എഴുത്തുകാരിയാണ്. ഇനി നീ നമ്മളോടൊപ്പം കൂടി കളിക്കണം. നിന്റെ മനോഹരമായ ശബ്ദമാണ്. എല്ലാവരും മിമ്മുവിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പ്രശംസിക്കാൻ തുടങ്ങി. മിമ്മുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. അവൾക്ക് ഒരുപാട് സന്തോഷമായി. അവൾ ഒരുപാട് നാളുകൾക്ക് ശേഷമായിരുന്നു ഉച്ചത്തിൽ സംസാരിച്ചത്. അവൾ എല്ലാവരോടും നന്ദി പറഞ്ഞു. ഇനി എല്ലാവരോടും ഞാൻ മിണ്ടുമെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണുള്ളതെന്നും അവൾ പറഞ്ഞു. ആ ദിവസത്തിന് ശേഷം മിമ്മു പതുക്കെ സമൂഹത്തിലേക്ക് തിരികെ എത്തി. അവളെ പോലെ മിണ്ടാത്തവരായ കുട്ടികൾക്ക് അവൾ സഹായിയായി മാറി. അവളുടെ ചെറിയ പുസ്തകം ഒരിക്കൽ മുഴുവൻ കുട്ടികൾക്കായി വേദിയിലേക്ക് ഉയർന്നു. മിമ്മുവിന്റെ വിശ്വാസം പിന്നെ വേറൊരു കുഞ്ഞിന്റെ സ്വരമായി മാറിത്തുടങ്ങി. കൂട്ടുകാരെ, ഓരോരുത്തർക്കും അവരവരുടെ സമയം വരും. മിമ്മു നമ്മെ പഠിപ്പിക്കുന്നത് മൗനം ശക്തിയാണെന്നും വാക്യം അതിൻ്റെ വിടർച്ചയാണെന്നും സ്നേഹം അതിൻ്റെ വിജയം കൂടിയാണെന്നുമാണ്.